ഹായ് അസ്സലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 10 കിച്ചൺ ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഓരോ ടിപ്സും ഉപകാരപ്പെടുന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമ്മൾ തക്കാളിയൊക്കെ ഓഫറുള്ള സമയത്ത് വില കുറഞ്ഞ് കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ ഒരുപാട് വാങ്ങിക്കുമല്ലോ. അപ്പോൾ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ ഇതേപോലെ നമുക്ക് വെച്ചാൽ മതി കേട്ടോ. ആ ഒരു ഭാഗം താഴത്തേക്ക് ആക്കിയിട്ട് ഇതേപോലെ നമ്മൾ ഡപ്പയിലാക്കിയിട്ട് ഇതേപോലെ അടച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ആഴ്ചകളോളം നമുക്ക് കേടുകൂടാതെ കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കടല, പരിപ്പ്, പയറൊക്കെ ഇതേപോലെ നമ്മൾ ഡപ്പയിലാക്കി വെക്കുമല്ലോ. അപ്പോൾ അതിൽ നമുക്ക് ചില സമയത്തൊക്കെ ഒരുപാട് ദിവസമൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കറുത്ത കൂത്തൻ എന്നൊക്കെ പറയാം. ഓരോ ഭാഗത്തൊക്കെ ഓരോന്നാണ് പറയുക. അത് വരുമല്ലോ. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ആര്യവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് നമുക്ക് അടച്ച് വെക്കുകയാണെങ്കിൽ അത് വരില്ല കേട്ടോ. അതുപോലെ തന്നെ അടുത്ത ടിപ്സ് എന്ന് പറഞ്ഞാൽ പഞ്ചസാരയിൽ ഉറുമ്പ് വരും. ചില വീടുകളിലൊക്കെ അധികം എനിക്കുണ്ടായിരുന്നു ആ ഒരു ബുദ്ധിമുട്ട്. പഞ്ചസാരയിൽ ഉറുമ്പ് കയറിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളത് വെയിലത്ത് വെച്ചാലൊന്നും പോകില്ല കേട്ടോ. അപ്പോൾ ആ ഉറുമ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഗ്രാമ്പു ഇതേപോലെ 2-3 എടുത്തിട്ട് പഞ്ചസാരയിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവില്ല കേട്ടോ. ഇനി അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ അവിൽ വാങ്ങി നമ്മൾ സ്റ്റോർ ചെയ്യുമല്ലോ. അപ്പോൾ അവിൽ വാങ്ങി സ്റ്റോർ ചെയ്യുന്ന സമയത്ത് അവിൽ വാങ്ങി നമ്മൾ കുപ്പിയിലേക്ക് ഇടുന്ന സമയത്ത് തന്നെ ഒന്ന് ചൂടാക്കിയിട്ട് ആ ചൂടൊന്ന് തണിഞ്ഞതിൻ്റെ ശേഷം കുപ്പിയിലാക്കി വെക്കുകയാണെങ്കിൽ ഒരുപാട് ദിവസം കേടുകൂടാതിരിക്കും, പൂത്തു പോകില്ല കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് ഇതുപോലുള്ള സെറാമിക് പാത്രങ്ങളോ കപ്പോ ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ കത്തി മൂർച്ചയാക്കാൻ നല്ല ഉപകാരമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ ഈ ഒരു ഭാഗത്ത് വെച്ച് മൂർച്ചയാക്കിയെടുക്കാം. പിന്നെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ പ്ലാസ്റ്റിക് കുപ്പിയിലൊന്നും ഒരിക്കലും നമ്മൾ പ്ലാസ്റ്റിക് ഡപ്പയിലൊന്നും ഉപ്പ് ഇട്ട് വെക്കരുത് കേട്ടോ. ഇതുപോലെ ഒരു ഭരണി ഏറി വന്ന ഒരു 250 രൂപ വരെയുള്ളൂ. ഭരണി വാങ്ങി ഇട്ട് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഒരുപാട് ചെറുള്ളി വെളുത്തുള്ളിയൊക്കെ നമ്മൾ തോല് പൊളിക്കുന്ന സമയത്ത് ഒരു 20 മിനിറ്റോളം വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ ഇതാ കൈകൊണ്ട് ഇതേപോലെ നമ്മൾ ഒന്ന് അമർത്തി കൊടുത്താൽ തന്നെ നമുക്ക് പെട്ടെന്ന് തോല് പൊളിച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ ഇത് കൈ കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊളിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. ഒരുപാട് കത്തി ഉപയോഗിച്ചിട്ടോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ആ ഒരു അറ്റം മാത്രം കത്തി ഉപയോഗിച്ച് ഒന്ന് വെട്ടിക്കളഞ്ഞാൽ മതിയാകും കേട്ടോ. ഒരുപാട് ഉപകാരമുള്ളൊരു ടിപ്പാണ് നമ്മളെപ്പോലുള്ള വീട്ടമ്മമാർക്ക് കേട്ടോ ഈ ഒരു ടിപ്പ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. കണ്ടോ, പെട്ടെന്ന് തന്നെ നമുക്ക് തോല് കളഞ്ഞെടുക്കാൻ വേണ്ടി പറ്റും. ചെറിയുള്ളി വെളുത്തുള്ളിയൊക്കെ ഇതേപോലെ റെഡിയാക്കാം കേട്ടോ. പിന്നെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മളെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കാത്ത ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പൂപ്പൽ പിടിക്കുമല്ലോ. ഞാൻ എല്ലാ ചട്ടിയും അങ്ങനെ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അധികം പൂപ്പലൊന്നും എൻ്റെ ചട്ടിയിലില്ല. ചില സമയത്തൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പൂപ്പൽ വരുന്ന ചട്ടിയിൽ നന്നായിട്ടൊന്ന് സ്ക്രബ്ബർ വെച്ച് കഴുകി ഉണങ്ങിയതിന് ശേഷം അതിൽ നമ്മൾ കുറച്ച് നല്ലെണ്ണയോ ഓയിലോ എന്തെണ്ണയാണെങ്കിലും ഒന്നിങ്ങനെ ജസ്റ്റ് കുറച്ചെടുത്താൽ മതി. തടവി കൊടുക്കുക എല്ലാ ഭാഗത്തും, ഉൾഭാഗത്തും പുറത്തും അറ്റത്തും എല്ലായിടത്തും ഒന്ന് തടവി കൊടുത്തതിന് ശേഷം വെയിലുള്ള സമയത്ത് ഒന്ന് വെയിലത്ത് തിരിച്ചും മറിച്ച് 2 ഭാഗവും ഒന്ന് ചൂടാക്കിയെടുക്കുക. ചൂടാക്കിയെടുത്തതിന് ശേഷം ഒരു കോട്ടൺ തുണി വെച്ച് നന്നായിട്ട് തുടച്ച് നമ്മളത് വെക്കുകയാണെങ്കിൽ ആ ഒരു എണ്ണമയം ഒന്നങ്ങ് തുടച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ദിവസം കേടുകൂടാതെ പൂപ്പൽ വരാതെ നമുക്ക് നോക്കാൻ പറ്റും കേട്ടോ. പിന്നെ 2 ആഴ്ച കൂടുമ്പോൾ വീണ്ടും ഇതേപോലെ ഒന്നങ്ങ് ചെയ്താൽ മതി. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കുന്ന പാത്രം എപ്പോഴും നമ്മൾ സ്റ്റീലിൻ്റെ ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാരണം നമുക്ക് തണുപ്പുള്ള സമയത്ത് വെളിച്ചെണ്ണ ഉരുകി പോകുമല്ലോ. അപ്പോഴൊക്കെ നമുക്ക് സ്പൂൺ കൊണ്ട് എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഈ സ്റ്റീലിൻ്റെ ഒഴിച്ച് വെക്കുകയാണെങ്കിൽ നമുക്കത് ഉരുക്കി എടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ അടുപ്പിൻ്റെ സൈഡിലോ ഗ്യാസിൻ്റെ സൈഡിലൊക്കെ വെക്കുകയാണെങ്കിൽ ഉരുക്കിയെടുക്കുക. അതുപോലെ തന്നെ ഒരുപാട് വെളിച്ചെണ്ണയൊക്കെ ഉള്ള സമയത്ത് കല്ലുപ്പും അതുപോലെ തന്നെ കുരുമുളകും ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ദിവസം വെളിച്ചെണ്ണ നാശമാവാതെ കേടാവാതെ കിട്ടും കേട്ടോ. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ ഉപകാരമുള്ളൊരു ടിപ്പാണ്. നമ്മൾ റേഷൻ അരി എന്നല്ല, ചില അരിയൊക്കെ വാങ്ങുന്ന സമയത്ത് നമ്മൾ കറുപ്പ് കളറിൽ ഇങ്ങനെ കൂത്തനുണ്ടാവുമല്ലോ. ഇപ്പോൾ നമ്മൾ കടലയിലൊക്കെ ഇട്ടതുപോലെ തന്നെ ഒരു തണ്ട് ആര്യവേപ്പിൽ ഇതേപോലെ ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കൂത്തന് കറുത്ത ആ ഒരു കൂത്തന് ഇല്ലാതിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.